നമസ്കാരം. കഥാമാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീ സതീഷ് കാക്കരാത്ത് രചിച്ച കലണ്ടർ എന്ന കഥയാണ് അവതരിപ്പിക്കുന്നത്. അഴിഞ്ഞു വീണ മുടി എടുത്തുകെട്ടി അടുക്കളയിലേക്ക് നടന്നു സുമതി. വെറുതെ ഓരോന്ന് ചിന്തിച്ച് ഉമ്മറത്തിന്മേൽ എത്ര നേരം ഇരുന്നു എന്ന് അവൾക്ക് തന്നെ തിട്ടമുണ്ടായിരുന്നില്ല. ചിന്തിക്കാനൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും സുമതിക്ക് അത് ശീലമായിരുന്നു. മനസ്സിനെ വെറുതെ മേയാൻ വിടുക, അത് പിന്നെ തനിക്ക് തന്നെ നിശ്ചയമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് കൂട്ടുപോവുക. ചുറ്റും നിറയുന്ന കാഴ്ചകളിലല്ല ഹരം, ആ സഞ്ചാരത്തിലൂടെ തന്നിലേക്ക് ആവാഹിക്കപ്പെടുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഏതോ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. കുറേ നേരം. സുമതിക്ക് ഈ വരുന്ന കർക്കിടകത്തിൽ വയസ്സ് 31 പെയ്തു തോരാത്ത കർക്കിടക മഴ കനം വച്ചു കിടന്ന ഒരു രാത്രിയുടെ അവസാന യാമങ്ങളിൽ എപ്പോഴോ ആണത്രേ അവളുടെ അമ്മയ്ക്ക് പേറ്റുനോവ് തുടങ്ങിയതും അവളെ പെറ്റിട്ടതും. പെറ്റുവീണ കുട്ടി പൊക്കിൽ കൂടി അറുത്ത ഉടനെ പച്ചമുള ചീന്തി വലിക്കും പോലെ കരയുമത്രേ. അവൾ കരഞ്ഞില്ല. വയറൊഴിഞ്ഞെങ്കിലും പേറ്റുനോവ് മാറാതെ മലർന്നു കിടക്കുന്ന അവളുടെ അമ്മയുടെ ചെവിയിൽ വയറ്റാട്ടി അടക്കം പറഞ്ഞു, കുട്ടി പെണ്ണാ, പക്ഷെങ്കിൽ നിലവിളിച്ചിട്ടില്ല ഇതുവരെ. അവളുടെ അമ്മയുടെ ചങ്കൊന്നു പിടഞ്ഞു. കരച്ചിൽ ചങ്കോളം വന്നു മുട്ടി. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. കണ്ണുകളിൽ നിന്നും വെള്ളം അണപൊട്ടി ഇരു ചെന്നികളിലൂടെയും ഒഴുകി പായയിൽ തളം കെട്ടി. വയറ്റാട്ടി എന്തോ പിറുപിറുത്തു. അതവർക്ക് വ്യക്തമായില്ല. നിറഞ്ഞ കണ്ണുകളിലെ അവ്യക്തമായ കാഴ്ചയിൽ പക്ഷേ അവരത് കണ്ടു. പെറ്റിട്ട കുഞ്ഞിൻ്റെ ഇരു കാലുകളിലും പിടിച്ച് കിഴുക്കാൻ തൂക്കാക്കി ചന്തിയിൽ ശക്തിയായി അടിക്കുന്ന വയറ്റാട്ടിയെ ഒരു നിമിഷത്തെ മൂകത. രണ്ടാമതും അടിക്കാൻ അവൾ കൈയുയർത്തു മുന്നേ വയറ്റാട്ടിയുടെ കയ്യിൽ കുഞ്ഞൊന്നു പിടഞ്ഞു. പിന്നെ ദീനസ്വരത്തിൽ അലറിക്കരഞ്ഞു. ആശ്വാസത്തിൻ്റെ തിരികൾ എരിഞ്ഞു. അതിൻ്റെ തെളിച്ചം വയറ്റാട്ടിയുടെ മുഖത്ത്, ഒപ്പം അവളുടെ അമ്മയുടെയും. ആരേലും ഉമ്മറത്ത് ചുമരിലെ കലണ്ടറിലൊന്ന് നോക്കിക്കോളൂ, കുട്ടിയുടെ നാളും പക്കവും. കുഞ്ഞിനെ കുളിപ്പിക്കാൻ വടക്കോറം ചായ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വയറ്റാട്ടി അത് വിളിച്ചു പറഞ്ഞത്. നാളോ പക്കോ ഏതോ ആവട്ടെ, എൻ്റെ കുട്ടി നിലവിളിച്ചൂലോ. നാരായണി മനസ്സിലോർത്തു. ശങ്കരനും നാരായണിക്കും ഇത് 3ാമത്തെ കുട്ടി. മൂത്തത് 2 ആണ്. രാഘവനും വാസുദേവനും ഇനി ഒരു പെൺകുട്ടിയും. അതായിരുന്നു അവരുടെ ആശ. എനിക്കൊരു പെൺകുട്ടീനെ തരണേ ഭഗവതിയെ. മുറകുളി തെറ്റിയപ്പോൾ തന്നെ നാരായണി കാവിലെ ഭഗവതിക്ക് വഴിപാട് വെച്ച് പ്രാർത്ഥിച്ചതാണ്. ഈ എൻ്റെ വിളി കേട്ടൂലോ. കിടന്ന കിടപ്പിൽ നാരായണി ഭഗവതീനെ മനസ്സുകൊണ്ട് വന്ദിച്ചു. പോണം, ഓളയും കൊണ്ട് പേറുബല കഴിയുമ്പോൾ ഭഗവതിക്ക് കാണിച്ചു കൊടുക്കണം എൻ്റെ കുട്ടീനെ. കർക്കിടക മാസം 4 മൂലം. ഉമ്മറത്തെ കലണ്ടറിൽ നോക്കി അകത്തേക്ക് വിളിച്ചു പറഞ്ഞത് ശങ്കരൻ. അതൊക്കെ എന്തേലും ആട്ടെ, എൻ്റെ കുട്ടീനെ കാക്കണം എൻ്റെ ഭഗവതിയെ. കാവിലെ ഭഗവതിയുടെ തെളിഞ്ഞ രൂപമായിരുന്നു അപ്പോൾ നാരായണിയുടെ മനസ്സിൽ. നാരായണന് കൃഷിയായിരുന്നു പാരമ്പര്യമായി കിട്ടിയത്. തറവാട് ഭാഗം പിരിഞ്ഞപ്പോൾ തനിക്കായി കിട്ടിയ പാടവും പറമ്പും ഒന്നും ശങ്കരൻ വിറ്റില്ല. കൂടപ്പിറപ്പുകളെല്ലാം വിറ്റ് പട്ടണത്തിലേക്ക് ചേക്കേറി. ശങ്കരൻ നാരായണിയെ മംഗലം കഴിച്ച് 2ാമത്തെ ചെക്കനെ പെറ്റെണീറ്റതിൻ്റെ അന്നാണ് തറവാട് ഭാഗം പിരിഞ്ഞത്. തറവാട്ടിലെ ഇളയോനായിട്ടും കുടുംബവീട് ശങ്കരന് കിട്ടിയില്ല. നിങ്ങൾ വഴക്കിനും വക്കാണത്തിനും ഒന്നും പോണ്ട, നമുക്ക് കിട്ടിയത് മതി. ആരോഗ്യം കാവിലെ ഭഗവതി ഉണ്ടേല് നയിച്ച് ജീവിക്കാന്ന് ശങ്കരനെ നാരായണി വിലക്കി. ഓൾക്ക് പേടിയാണ് വഴക്കും വക്കാണവും എല്ലാം. ശങ്കരന് കല്യാണപ്രായം എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു, നിനക്ക് നാരായണി ചേരും, നിന്റെ തരവും രീതിക്കും. ഓള് പാവം പെൺകുട്ടിയാ. കണ്ടുപിടിച്ചതും തീരുമാനങ്ങൾ എടുത്തതും വല്യമ്മാവൻ. തറവാട്ടിൽ എതിർപ്പുകളിലെ മുറുമുറുപ്പുണ്ടായിരുന്നു. കുടുംബം പോരാ, കുടുംബ മഹിമ പോരാ, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റിയ കൂട്ടരല്ല, അങ്ങനെ പലതും. എൻ്റെ ശങ്കരൻ ഒതുക്കുള്ളോനാ, പാവോ, ഓൻ ഈ പെൺകുട്ടി മതി. വല്യമ്മാവൻ ഉറപ്പിച്ചു. മറുത്ത് ശങ്കരനും പറഞ്ഞില്ല ഒന്നും. കള്ളികളിൽ കറുത്ത അക്ഷരങ്ങളും ചുവന്ന അക്ഷരങ്ങളും ഇടകൂടി കലർന്നു കിടക്കുന്നതിനിടയിൽ ഒരു ദിനം വല്യമ്മാവൻ കണിയാരെ കണ്ട് പൊരുത്തവും നാളും മുഹൂർത്തവും ഒക്കെ കുറച്ചിരുന്നുവെങ്കിലും ശങ്കരൻ്റെ മനസ്സിൽ പതിഞ്ഞ അക്കങ്ങൾ ഉമ്മറക്കോലായിലെ ചുവരിൽ തൂങ്ങിയാടുന്ന കലണ്ടറിലേതായിരുന്നു. പതിവ് തെറ്റിക്കുന്ന ശങ്കരൻ്റെ ശീലമല്ല. ഇന്നേ വരെ അത് മുടക്കിയിട്ടുമില്ല. ഉമ്മറത്ത് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ ഒരു കലണ്ടർ. തറവാട് വീട് ഇടിച്ചു പൊളിച്ചു പോണതിനു മുന്നേ അവിടുത്തെ ഉമ്മറച്ചുമരിൽ നിറഞ്ഞു നിന്നിരുന്ന അപ്പൂപ്പന്മാരുടെ ചില്ലിട്ട് തൂക്കിയിരുന്ന ചിത്രങ്ങൾ. ഇന്ന് അവയെല്ലാം ശങ്കരൻ്റെ വീടിൻ്റെ ഉമ്മറച്ചുമരിൽ നിരനിരയായി തൂങ്ങിക്കിടപ്പുണ്ട്.
അവയുടെ ഓരം പറ്റിയാണ് കലണ്ടറിൻ്റെ കിടപ്പും. കൊല്ലങ്ങൾ മാറുമ്പോൾ പഴയ കലണ്ടർ മാറി പുതിയത് വരും. കഴിഞ്ഞ കൊല്ലങ്ങളിലെ ഭാരവും പേറി പഴയ ശങ്കരൻ്റെ വീടിൻ്റെ മച്ചിൻപുറത്ത് സസുഖം വാഴും. അതിന്മേൽ ചിതലരിക്കാതിരിക്കാൻ സൂത്രങ്ങൾ പലതും പ്രയോഗിക്കും ശങ്കരൻ. മച്ചിൻ്റെ മേലെ കലണ്ടറുകളുടെ എണ്ണം പെരുകുമ്പോൾ നാരായണി പിറുപിറുക്കും. നിങ്ങൾ എന്തിനാ അതൊക്കെ വെറുതെ ഇങ്ങനെ തരപ്പെടുത്തി വയ്ക്കണേ? മച്ചിൻ്റെ മേലെ എലിയും പോരാത്തതിന് ഇപ്പോൾ തൊരപ്പനുണ്ട്. സുമതിനെ പെറ്റ കൊല്ലം മുതൽ തുടങ്ങിയതല്ലേ ഈ പുകില്? എന്തൊരു കുന്തത്തിനാന്നാ? നാരായണി തുടരും. ശങ്കരൻ മറുപടിയൊന്നും പറയില്ല. അത് കേട്ട് ഒന്ന് ചിരിച്ചെങ്കിലായി. ഒരു പക്ഷേ അതും ഉണ്ടാവില്ല. മൂത്ത 2 ആൺമക്കളും കല്യാണവും കുടുംബമൊക്കെ ആയപ്പോൾ വേറെ വീട് വെച്ച് താമസമാക്കി. 2 ആൾക്കും സർക്കാർ ജോലി. ഒരാൾ പോലീസിലും രണ്ടാമത്തൻ താലൂക്ക് ഓഫീസിലെ ക്ലർക്കും. അവർക്ക് 2 ആൾക്കും ഈ 2 കുട്ടികൾ. അവർ 2 ആളും മാറി താമസമായപ്പോൾ ഇവിടെ ശങ്കരനും നാരായണിയും സുമതിയും മാത്രം. ചുമരിന്മേൽ പുതിയ കലണ്ടർ തൂങ്ങി. കൊല്ലം ഒന്നുകൂടി കഴിഞ്ഞു. ആവലാതി മുഴുവൻ നാരായണിക്കായിരുന്നു. കാരണം വേറൊന്നുമല്ല, സുമതി തന്നെ. ഇത് നിരീക്ഷിച്ചിട്ടാ പെണ്ണ് മൂത്ത് നരയ്ക്കും വരെ അങ്ങനെ നിൽക്കട്ടെ വെച്ചിട്ടാ? ഇടയ്ക്കിടയ്ക്ക് നാരായണി ശങ്കരൻ്റെ നേർക്ക് ചോദ്യമറിയും. ഒന്നും മിണ്ടാതെ ഉമ്മറത്തെ ചാരുകസേരയിൽ ശങ്കരൻ ഞരങ്ങും. കടിക്കില്ലേലും ചോണനുറുമ്പ് ശരീരത്തിൽ അപ്പാടെ ഇഴഞ്ഞു നടക്കണ ചേലില്. പിന്നെ പറയും, അണക്കറിയില്ലേ നാരായണി, ഓള് കർക്കിടകത്തെയും മൂലമാണെന്ന്. പോരാത്തതിന് ചൊവ്വയും ഒക്കെ തരാവുമ്പോൾ നടക്കും, അല്ലാണ്ട് എന്ത് പറയുക? സുമതി സ്കൂളിൽ പഠിത്തം നിർത്തി. ഓരോ ക്ലാസ്സിലും തോറ്റു മറ്റുള്ളവരുടെ നാണം കെടുത്തു മോള് ഇനി സ്കൂളിൽ പോണ്ട. മൂത്തൻ അങ്ങനെ ശാഠ്യം പറഞ്ഞപ്പോൾ ശങ്കരനും നാരായണിയും എതിർത്തു പറഞ്ഞില്ല. സുമതി വീട്ടിലിരിപ്പായി. 18 തികയാണെന്ന് മുന്നേ കല്യാണാലോചനകളും എത്തി. വയസ്സിനേക്കാൾ മൂത്ത എടുപ്പും തുടിപ്പും. അവൾ അവളുടെ അമ്മ നാരായണിയേക്കാൾ സുന്ദരി. നാടും നാട്ടുകാരും അതുതന്നെ പറഞ്ഞു. ഇത്രയും അഴകുള്ള പെണ്ണ് ഇന്ന് നാട്ടിലില്ല. സുമതി സുന്ദരിയായിരുന്നു. ആ നാട്ടിലെ സുന്ദരിമാരേക്കാൾ സുന്ദരി. അതിൻ്റെ ഭയം സുമതിക്കില്ലായിരുന്നു. തെല്ലും. പക്ഷെ നാരായണിയും ശങ്കരനും. ഉമ്മറത്ത് തൂങ്ങുന്ന കലണ്ടറിലെ കറുത്ത അക്ഷരങ്ങൾക്കിടയിലെ ചുവന്ന അക്ഷരം, അതായിരുന്നു ശങ്കരന് സുമതി. ചിറകിനടിയിൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുന്നത് പോലെ കൊണ്ടു നടന്നു നാരായണി അവളെ. പിന്നെ കാവിലെ ഭഗവതിക്ക് അർച്ചനകൾ നേർന്നു സുമതിയുടെ നെടുമംഗല്യത്തിന്. കലണ്ടറിലെ കറുത്ത അക്ഷരങ്ങളും ചുവന്ന അക്ഷരങ്ങളും കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. അതെല്ലാം അടുക്കി പെറുക്കി കണക്കെടുത്ത് ശങ്കരനും. ചുമരിൽ പുതിയ കലണ്ടറുകൾ കയറുന്നതിനൊപ്പം പഴയവ മച്ചിന് മുകളിലേക്ക്. വേവലാദികളുടെ വേതാളങ്ങൾ സുമതിയെ തെല്ലും അലോസരപ്പെടുത്തിയിരുന്നില്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാര്യങ്ങൾ ചിട്ടയോടെ. അതവൾക്ക് വലിയ നിർബന്ധമാണ്. അതിരാവിലെ തൊടിയിലെ കുളത്തിലെ കുളി, ഈറന്മാറി ഭഗവതിയുടെ അമ്പലത്തിലെ ശീവേലി തൊഴൽ, അടുക്കളപ്പണികളിൽ അമ്മയ്ക്കൊപ്പം. ഒന്നിലും അവളൊരു മാറ്റം വരുത്തിയിട്ടില്ല ഇന്നേ വരെ. അവൾ എന്നും വീട്ടിലെ കുട്ടിയായി. മറ്റു വീടും വിരുന്നും ഒന്നും അവളുടെ ശീലങ്ങളുടെ ഇടയിൽ കടന്നുകൂടിയതേയില്ല. വന്നു വീഴുന്ന ഒഴിവുനേരങ്ങളിൽ വീടിനു പിന്നിലെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന നാട്ടുമാവിൻ്റെ ചോട്ടിൽ പോയിരിക്കും. കയ്യിൽ പാൻചീർപ്പും. പനങ്കുല പോലെ വളർന്നു തൂങ്ങിക്കിടക്കുന്ന അവളുടെ മുടിയിലൂടെ പാൻചീർപ്പ് ഇഴകൾ പാകും. കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മുടിയിഴകളുമായി പാൻചീർപ്പ് ഇടയുമ്പോൾ അവളുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ വരച്ചിടും. കാകനും കിളികളും അണ്ണാറക്കണ്ണന്മാരും അവൾക്കു ചുറ്റും ശബ്ദകോലാഹലങ്ങളോടെ കൂട്ടം കൂടും. അവൾ അവരോടെല്ലാം വിശേഷങ്ങൾ തിരക്കും. മറുപടികൾക്ക് കാതോർക്കും. നാരായണി എല്ലാം കാണും. അവർ ശങ്കരനോട് എല്ലാം വിവരിച്ചു പറയും. അവർ പിന്നെ ഒന്നും പറയാതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കും. എന്നാലും എൻ്റെ കുട്ടിയുടെ ഒരു വിധിയേ. നാരായണി ആത്മകഥമെന്നോണം ഉരുവിടും. ശങ്കരൻ അത് കേട്ട പാതി കേൾക്കാത്ത പാതി എണീറ്റ് തൊടിയിലേക്ക് ഇറങ്ങും. ഉള്ളിലെരിയുന്ന വേനൽ ചൂടിൽ നിന്നും അല്പം രക്ഷ നേടാനെന്ന മട്ടിൽ. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. മാസത്തിൻ്റെ അവസാനവും. ശങ്കരൻ കലണ്ടറിൽ ആ മാസത്തെ അവസാന കള്ളിയിൽ തനിക്ക് അറിയാവുന്ന പോലെ പലതും കുറിച്ചു വയ്ക്കും. എല്ലാം കണക്കുകളാണ്. തനിക്ക് കിട്ടാനും അതേപോലെ കൊടുക്കാനുള്ളതും. ഇതൊക്കെ എഴുതി വയ്ക്കാൻ അതേപോലെ വിശ്വസ്തമായ മറ്റൊരിടം ശങ്കരനില്ലായിരുന്നു. എന്നും അതൊക്കെ നോക്കിയും കണ്ടും ബോധ്യപ്പെടുന്ന ശീലവും. അന്നും അതേപടി കലണ്ടറിലെ കണക്കുകൾ നോക്കി നിൽക്കുന്ന നേരത്താണ് പടിക്കൽ കാൽപ്പെരുമാറ്റം കേട്ടത്. പരിചിതമല്ലാത്തൊരു മുഖം. വെളുത്ത കിളിരം കൂടിയ ഒരാൾ. നല്ല തൂവെള്ള മുണ്ടും ഷർട്ടും വേഷം. ചെറുതാക്കി വെട്ടിയ മുഖം ഭംഗിയായി ചീകി വച്ചിരിക്കുന്നു. കട്ടികൂടിയ മീശ. കയ്യിൽ നിവർത്തിപ്പിടിച്ച കാലൻകുട. ശങ്കരനെ കണ്ടതും അപരിചിതത്വം തീരെയില്ലാത്ത ഒരു ചിരി ആ മുഖത്ത്. ഒരു നിമിഷത്തെ ശങ്ക. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ശങ്കരൻ. പിന്നെ ബന്ധപ്പെട്ട് മുരടനയ്ക്ക് ആഗതനോട് കയറിയിരിക്കാൻ പറഞ്ഞു. കയ്യിലെ കുടം മടക്കി ചെരുപ്പുകൾ അഴിച്ചുവെച്ച് അയാൾ കോലായിലേക്ക് കയറി. ശങ്കരൻ മരക്കസേര വലിച്ചു നീക്കിയിട്ടുവെങ്കിലും അയാൾ തിണ്ണമേലിരുന്നു. അപ്പോഴും ആ മുഖത്തെ ചിരി അതേപോലെ വിടർന്നു നിൽപ്പുണ്ടായിരുന്നു. എനിക്കങ്ങട്
തുടങ്ങിയത് ശങ്കരനായിരുന്നു. വന്നയാൾ ചിരിച്ചു. പുഞ്ചിരി മാറ്റി അല്പം ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ മാഷാണ്. ഇവിടുത്തെ സർക്കാർ സ്കൂളിലെ. പേര് ദിവാകരൻ. വീടങ്ങ് വടക്ക് മലബാറിലാ. അയാൾ നിർത്താതെ തുടർന്നു. കോലായിലെ സംസാരങ്ങളും അതിൻ്റെ ഒലികളും തീർത്ത പരിഭ്രമവുമായി നാരായണി ഉമ്മറവാതിക്കൽ തലനീട്ടി. കാര്യം പറയാം, എനിക്ക് സുമതിയെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ചു തരുവോ? മുഖവുര മാറ്റിവെച്ച് എടുത്തടിച്ച പോലെയാണ് അയാളത് ചോദിച്ചത്. ഏതാനും നിമിഷങ്ങളുടെ മൂകത. ശങ്കരൻ ഉമ്മറവാതിക്കൽ നിൽക്കുന്ന നാരായണിയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവർ അതുവരെ കേൾക്കാത്ത എന്തോ കാര്യം കേട്ട അത്ഭുതത്തോട് അയാളെയും. ആരും ഒന്നും സംസാരിച്ചില്ല കുറച്ചു നേരം കൂടി. അതിനിടയ്ക്ക് ശങ്കരൻ ചുമരിലെ കലണ്ടറിലേക്ക് കണ്ണുകൾ പായിച്ചു. കറുത്ത കള്ളിക്കുള്ളിൽ ചുവന്ന അക്കങ്ങൾ. ഞായറാഴ്ച. അക്കങ്ങൾ മാഞ്ഞ് അവിടെ തങ്ങളുടെ സുമതിയുടെ ചിരിക്കുന്ന മുഖം. ആരും ഒന്നും പറഞ്ഞില്ല. വീണ്ടും അയാൾ. ആദ്യത്തെ അന്താളിപ്പിൽ നിന്നും തിരിച്ചു കയറിയിരുന്നു ശങ്കരനും നാരായണി അപ്പോഴേക്കും. ആരാ എന്താ എന്നൊക്കെ കൂടുതൽ അറിയാണ്ട് എന്ന് വെച്ചിട്ടാവൂല്ലേ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അങ്ങ് വീട്ടിൽ. വയസ്സ് 40-40. സുമതീനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം. കുട്ടികളെ പഠിപ്പിക്കുന്ന തരത്തിൽ അയാൾ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിലാണ് കയ്യിൽ സംഭാരവും തോലു ചെത്തിപ്പൂളിയ പഴുത്ത മാങ്ങയുമായി നാരായണി കടന്നു വന്നത്. തങ്ങളുടെ ഇഷ്ടങ്ങൾ അതല്ല, അവളുടെ ചേട്ടന്മാർ ചോദിക്കണ്ടേ? പിന്നെ ബന്ധുക്കൾ, ജാതകം, ഗ്രഹനില, ചൊവ്വാദോഷം, അതിലൊക്കെ അപ്പുറം സുമതിയുടെ ഇഷ്ടം. അയാൾ സംഭാരം കുടിച്ചു. പുറം കയ്യാൽ ചുണ്ടു തുടച്ചു. പൂളിയ മാങ്ങാ കഷ്ണങ്ങൾ 3-4 എടുത്തു കഴിച്ചു. നല്ല മാങ്ങ, നല്ല മധുരം എന്ന അഭിപ്രായവും പറഞ്ഞു. എല്ലാം കണ്ടും കേട്ടും ശങ്കരനും നാരായണിയും മനസ്സിലെവിടെയൊക്കെയോ ആശ്വാസത്തിൻ്റെ തെളിനീരുറവകൾ പൊട്ടിയൊലിക്കുന്നത് അവരറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെ ഭയപ്പെടുത്തുന്നത് മറ്റൊന്നായിരുന്നു. എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും? വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും എവിടെ നിൽക്കുന്നു? അതിലും കവിഞ്ഞ് തങ്ങളിലെ മൗനം വന്നയാളിൽ ഭാവമാറ്റങ്ങൾ സൃഷ്ടിക്കാത്തതും അവരെ കൂടുതൽ അസ്വസ്ഥരാക്കി. എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. അമ്മയ്ക്ക് യാത്രയ്ക്ക് ലേശം അസ്കിത ഉണ്ടേ. എന്നാലും ഞാൻ അമ്മയും കൂട്ടി വരാം. നീണ്ടുനിന്ന് നിശബ്ദത മുറിച്ചത് അയാളായിരുന്നു. അയാൾ എണീറ്റ് അഴിച്ചു വെച്ച ചെരുപ്പിട്ട് ചാരി വെച്ചിരുന്ന കുടയെടുത്തു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ കാണാം. ഒന്നുകൂടി സ്വയം ഉറപ്പുവരുത്തി അയാൾ പടി ലക്ഷ്യമാക്കി നടന്നു. പക്ഷെ ഒന്ന് തിരിഞ്ഞു നിന്നു ഒരു നിമിഷം. പിന്നെ പറഞ്ഞു, ചൊവ്വയിലേക്ക് അടുത്ത് തന്നെ ആളെ കയറ്റി അയക്കുമെന്നാണ് അറിവ്. അപ്പോൾ പിന്നെ ആ ദോഷം കാര്യാക്കണ്ടട്ടോ. വന്ദിച്ചു പോയത് ശങ്കരനും നാരായണിയുമായിരുന്നു. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവായിരുന്നു അല്ലേ എന്നവർ മനസ്സിൽ കരുതുകയും ചെയ്തു. ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ച മുണ്ടിൻ തലപ്പും മറുകൈയിൽ നിവർത്തിയ കാലൻ കുടയുമായി പടി കടന്നു പോകുന്ന അയാളിൽ നിന്ന് ശങ്കരൻ നേരെ തിരിഞ്ഞു നോക്കിയത് ചുവരിലെ കലണ്ടറിലേക്കായിരുന്നു. ഞായറാഴ്ച. കള്ളികളിലും കോളങ്ങളിലും കറുപ്പും ചുവപ്പും അക്കങ്ങൾ. ഓരോ അക്കങ്ങൾക്കും അക്ഷരങ്ങൾക്കും അവയിൽ നിയുക്തമായ കർമ്മങ്ങൾ. അവർ കാഴ്ചക്കാരായിരിക്കാം, അവർ നിശബ്ദരായിരിക്കാം. ഒരുപക്ഷെ നാളുകളിലേക്ക് മറവിയുടെ വേനൽ കൂടാരങ്ങളിൽ തപസ്സിരിക്കേണ്ടി വരും. ഒന്നും നിയതമല്ല. പരസ്പര പൂരകങ്ങളായ സംഭവങ്ങൾ, വിശ്വാസങ്ങൾ, അതിൻ്റെ മതിൽക്കെട്ടുകൾ, പരിവേഷങ്ങൾ. ഓരോ ജീവജാലങ്ങളും അത്തരം കെട്ടുപാടുകൾ അധിഷ്ഠിതമായും അല്ലാതെയും. അല്പനേരം കൊണ്ട് നടന്ന കാര്യങ്ങളിലെ തിട്ടമില്ലായ്മയിൽ നിന്നും ശങ്കരനും നാരായണിയും മോചിതരായിരുന്നില്ല. എങ്ങനെ, എപ്പോൾ? വിചാരിക്കും പോലെ നടക്കുമോ കാര്യങ്ങൾ? അവളുടെ കൂടപ്പിറപ്പുകൾ എന്തു പറയും? ഒരു 100,000 സംശയങ്ങളെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ മനസ്സുമായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. സുമതി അറിഞ്ഞുവെല്ലാം. അണപൊട്ടി ഒഴുകുന്ന പുഴ പോലെ ഒറ്റ ശ്വാസത്തിലാണ് നാരായണി എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. എങ്കിലും വള്ളി പുള്ളി വിടാതെ സുമതി എല്ലാം കേട്ടിരുന്നു. അന്നവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നതായി തോന്നി നാരായണിക്ക്. കുളി കഴിഞ്ഞ് വേഷം മാറി കാവിലെ ഭഗവതിയെ തൊഴുത് ഈറൻ മാറാത്ത മുടിയിടകളിൽ തുളസിപ്പൂ ചാടി വാർന്നൊഴുകുന്ന നെറ്റിയിൽ തെളിഞ്ഞു കിടക്കുന്ന ചന്ദനക്കുറി. നാരായണി മനസ്സിൽ പറഞ്ഞു, കാവിലെ ഭഗവതിയുടെ ചന്തണ്ട് എൻ്റെ കുട്ടിക്ക്. സുമതിയുടെ മുഖത്ത് നേരിയ മന്ദഹാസം. അവൾ വടുക്കോറും കോലായുമിട്ട് തൊടിയിലേക്കിറങ്ങി. മാവിൻ ചോട്ടിലെ തറയിൽ അവളിരുന്നു. അവൾ എത്തിയെന്ന് അറിഞ്ഞിട്ടോ എന്തോ അവരെല്ലാം എത്തി. കാകനും കിളികളും അണ്ണാറക്കണ്ണന്മാരും. അവരും ആഹ്ലാദത്തിലായിരുന്നു. അന്ന് അവരുടെ ശബ്ദ കോലാഹലങ്ങൾക്ക് ശക്തി കൂടുതലായിരുന്നു. എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും സുമതി അവളുടെ ചിന്തകളെ മേയാൻ വിട്ടു. അതിരുകളില്ലാതെ അതിവിശാലമായി പരന്നു കിടക്കുന്ന മേച്ചിൻ പുറങ്ങളിലൂടെ. ഏറെ നാളുകൾക്ക് ശേഷം അന്ന് ശങ്കരൻ മച്ചിന് മുകളിൽ കയറി. അടുക്കി പെറുക്കി വെച്ച കലണ്ടറുകളെല്ലാം ഒക്കത്തെടുത്ത് തിരിച്ചിറങ്ങി. നാരായണി എല്ലാം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറഞ്ഞില്ല.
ഉമ്മറമുറ്റത്തിൻ്റെ കോണിൽ കത്തിയെരിയുന്ന കലണ്ടറുകളിൽ നിന്നു മാഞ്ഞു പോകുന്ന അക്കങ്ങളിൽ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ശങ്കരൻ. നന്ദി, നമസ്കാരം.